വെൽക്കം ഓൾ. അടുത്തതായി മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4-ൽ വരുന്ന ടോപ്പിക്സ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി, സോളാർ എനർജി, ഫ്യൂവൽ സെൽസ്, വിൻഡ് എനർജി, സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ്, ബയോഫ്യൂവൽസ്, എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻസ് ആൻഡ് ജിയോതെർമൽ എനർജി. ഇതിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. നമുക്കറിയാം എനർജി സോഴ്സുകൾ രണ്ട് രീതിയിലുണ്ട്, കൺവെൻഷണൽ സോഴ്സസും അതേപോലെ നോൺ കൺവെൻഷണൽ സോഴ്സസും. ആൻഡ് again this conventional sources is divided into two, commercial and non commercial. Commercial അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി. നോൺ കൊമേഴ്ഷ്യലിൽ വരുന്നതാണ് ഫയർവുഡ്, ഡ്രൈഡ് ഡങ്, സ്ട്രോ. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഏതൊക്കെയാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോ എനർജി. അപ്പോൾ എനർജി സോഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൺവെൻഷണലും നോൺ കൺവെൻഷണലും. കൺവെൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പണ്ട് കാലങ്ങളിലെ മുതൽ കൺവെൻഷണൽ മെത്തേഡിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന എനർജി സോഴ്സുകളാണ് കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞാൽ പുതുതായി നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിരിക്കുന്ന എനർജി സോഴ്സുകളെല്ലാം തന്നെ നോൺ കൺവെൻഷണൽ അണ്ടറിൽ വരും. കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും ഉണ്ട്. എക്സാമ്പിൾസ് നോക്കാം. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയെ എന്തുകൂടെ പറയും? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നുകൂടെ പറയും. ആൻഡ് ആർ അവൈലബിൾ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി അപ്പാർട്ട് ഫ്രം ദ ഹൈഡ്രോഇലക്ട്രിക് പവർ. ഈ കൺവെൻഷണൽ പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയെ നോൺ റിന്യൂവബിൾ ആണ്, നമുക്കത് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആ ഓരോന്ന് കോള് അങ്ങനെയുള്ള കൺവെൻഷണൽ എനർജി സോഴ്സ് ഉണ്ടാവാൻ തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോൺ ആസ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി and are available in limited quantity apart from hydroelectric power. ഹൈഡ്രോഇലക്ട്രിക് പവർ ഒഴിച്ച്, അതായത് വെള്ളം നമുക്ക് അബണ്ടന്റ് ആയിട്ട് നമ്മുടെ നേച്ചറിലുണ്ട്, ബാക്കിയുള്ള എല്ലാം തന്നെ ഇറ്റ് ഈസ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. Further, it is classified under commercial and non-commercial energy sources. Conventional energy source തന്നെ നമ്മളിവിടെ തുടക്കം പറഞ്ഞിരുന്നു രണ്ടായിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും. കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലിൻ്റെയും ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ പേര് പോലെ തന്നെ കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കാൻ വേണ്ടി പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. നോൺ കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് നോക്കാം. Coal, electricity, petroleum are known as commercial energy sources since the consumer needs to pay its price to buy them. നമ്മളിത് മേടിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം? അതിന് പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇലക്ട്രിസിറ്റിയോ പെട്രോളോ ഡീസലോ ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാഷ് കൊടുക്കണം. അതിന് എക്സാമ്പിൾസ് കോൾ, ഇലക്ട്രിസിറ്റി ആണ്. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി. നമുക്കറിയാം കോൾ. The annual production went up to 343 million tons in India. ഇന്ത്യയിൽ ഏകദേശം 343 million tons annually production ഉണ്ട്. Then electricity. Electricity is a common form of energy used in domestic and commercial purpose. അല്ലെ, നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് അപ്ലയൻസസിലെല്ലാം ഉപയോഗിക്കുന്ന എനർജി സോഴ്സ് ഇലക്ട്രിസിറ്റി തന്നെയാണ്. It is mainly utilized in electrical appliances like fridge, TV, washing machine, etc. നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമുക്കത് ഫ്രീലി അവൈലബിൾ ആണ്. സോ ദിസ് എനർജി സോഴ്സസ് ആർ ഫ്രീലി അവൈലബിൾ എനർജി സോഴ്സസ് ആൻഡ് ആർ കൺസിഡേർഡ് ആസ് നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ്. അതിനെയാണ് നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. എക്സാമ്പിൾസ് ഓഫ് നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് സ്ട്രോ, ഡ്രൈ ഡങ്, ഫയർവുഡ്. സ്ട്രോ എന്താണ്? വൈക്കോലാണ്. ഡ്രൈ ഡങ് എന്താണ്? ഉണങ്ങിയ ചാണകം. ഫയർവുഡ് അത് മരത്തടി. അടുത്തത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് നോക്കാം. നമുക്കറിയാം നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എല്ലാം തന്നെ എന്താണ്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇതിന് എക്സാമ്പിൾ വരുന്നത് സോളാർ എനർജി, ബയോ എനർജി, ടൈഡൽ എനർജി, വിൻഡ് എനർജി. സോളാർ എനർജി സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി, ബയോ എനർജി ജീവനുള്ള വസ്തുക്കൾ നശിച്ചു കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന എനർജി, ടൈഡൽ എനർജി ഓഷ്യൻ്റെ ടൈഡ്സിൽ നിന്ന് കിട്ടുന്ന എനർജി, വിൻഡ് എനർജി നമുക്ക് കാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി. ഇതിനെല്ലാം ഒരു ബ്രീഫായിട്ട് ഒന്നുകൂടെ നോക്കണം.
സോളാർ എനർജി പേര് പോലെ തന്നെ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നാണ് സോളാർ എനർജി ഉണ്ടാക്കുന്നത്. ദ ഫോട്ടോ വോൾട്ടായിക് സെൽ ആർ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ബേസ്ഡ് ഓൺ ദ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് നീഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ സൺലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമുക്കറിയാം സോളാർ പാനൽസ് ഉണ്ടല്ലേ. ആ സോളാർ പാനൽസ് എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് സെൽസ് ആണ് ദാറ്റ് വിൽ ബി എക്സ്പോസ്ഡ് ടു ലൈറ്റ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. The energy is utilized for cooking and distillation of water. മെയിൻലി ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിലുണ്ട്. നമ്മൾ കുക്കിംഗ് പേർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ അവൈലബിൾ ആണ്. ഡിസ്റ്റിലേഷൻ ഓഫ് വാട്ടേഴ്സിനെല്ലാം നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് വിൻഡ് എനർജി. വിൻഡ് എനർജി is generated by harnessing the power of wind and mostly used in operating water pumps for irrigation purposes. അപ്പം വിൻഡ് എനർജി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വിൻഡിന്റെ പവറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഇറിഗേഷൻ പേർപ്പസുകൾക്കാണ് വിൻഡ് എനർജി ഉപയോഗിക്കുന്നത്. ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ ജനറേഷൻ ഓഫ് വിൻഡ് പവർ. Next is tidal energy. Tidal energy is generated by exploiting the tidal waves of the sea. This source is yet to be tapped due to the lack of cost-effective technology. Tidal energy എന്ന് പറയുന്നത് ടൈഡൽ വേവ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് അതിനെ യൂസ് ചെയ്തിട്ടാണ് ടൈഡൽ എനർജി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഇനിയും വർക്ക് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അത്രത്തോളം എക്സ്പ്ലോർ ആയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് കോസ്റ്റ് ഇസ് വെരി ഹൈ ഓർ ദ ലാക്ക് ഓഫ് കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി. ഇനി കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇസ് ഓൾസോ നോൺ ആസ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ നോൺ കൺവെൻഷണൽ മെത്തേഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നോൺ കൺവെൻഷണൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് പേർപ്പസിനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. Conventional source of energy considered to be one of the reason for the cause of pollutions. ഇതെന്തുണ്ടാക്കും? പൊല്യൂഷൻസ് ഉണ്ടാക്കും അല്ലേ. കോള് ഒക്കെ കത്തിച്ച് കഴിയുമ്പോൾ പൊല്യൂഷൻസ് ഉണ്ടാവും. ബട്ട് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആർ കൺസിഡേർഡ് ആസ് നോൺ polluted source of energy. That means these are not responsible for the cause of pollution. ഇനി അടുത്ത ഡിഫറൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. Coal, fossil fuels are two examples. Conventional methods in example coal, fossil fuels. ഇനി നോൺ കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിക്ക് എക്സാമ്പിൾസ് വിൻഡ്, സോളാർ എനർജി, ബയോമാസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ്. ദീസ് ആർ ദ 3 എക്സാമ്പിൾസ്. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. നെക്സ്റ്റ് ടോപ്പിക് സോളാർ എനർജി. അപ്പോൾ ഈ ഓരോ ടോപ്പിക്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് സോളാർ എനർജി. ഇറ്റ് ഈസ് എ സസ്റ്റൈനബിൾ എനർജി ആൻഡ് ഇസ് ഇൻഹറൻ്റ്ലി മോർ സസ്റ്റൈനബിൾ ദാൻ ഫോസിൽ ഫ്യൂവൽ എനർജി സോഴ്സസ്. സോളാർ എനർജി എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. അത് ഫോസിൽ ഫ്യൂവൽ എനർജി സോഴ്സിനേക്കാളും സസ്റ്റൈനബിൾ ആണ് നമ്മുടെ സോളാർ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. As a way of converting the sun's energy into electrical energy, solar panels make use of the single most sustainable resources of the planet, that is the light of the sun. നമുക്ക് എന്ത് ചെയ്യണം? സൺ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റണം. നമുക്കറിയാം അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സോളാർ പാനലാണ്. ആ സോളാർ പാനൽ എന്തുമാത്രം എടുത്തിട്ടാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്? ദ സൺ ഓഫ് ദ ലൈറ്റ് എടുത്തിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി സോളാർ എനർജി എങ്ങനെ സസ്റ്റൈനബിൾ ആവുന്നതാണ് നോക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂള് പഠിച്ചാണ് സസ്റ്റൈനബിലിറ്റി മീൻസ് ദ ഡെവലപ്മെന്റ് that means the needs of present without compromising the ability of future generation to meet their own needs. ഭാവിയിലുള്ള ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ നീഡ്സിനെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യുക? നമ്മുടെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുക. To meet the needs of present without compromising the ability of future generations to meet their own needs. Solar energy embodies this widely accepted definition
of sustainability because the sun's energy can be used indefinitely without diminishing its future availability. അത് സോളാർ എനർജി സോഴ്സ് ഒരു സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഡെഫിനിഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കറിയാം, സണ്ണിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബണ്ടൻറ്റ് ഇൻ നേച്ചർ ആൻഡ് ദർ ഇസ് നോ ഡിമിനിഷിങ് ഇൻ ഇറ്റ്സ് ഫ്യൂച്ചർ അവൈലബിലിറ്റി. അതിനൊരു ഡിമിനിഷിങ്ങും വരാൻ പോകുന്നില്ല. Most experts agree that the sun is the most important source of renewable energy. Renewable energyയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ that will be sun. That is sun. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, റിന്യൂവബിളും നോൺ പൊല്യൂട്ടിങ്ങുമാണ്. നമുക്കറിയാം സോളാർ എനർജി റിന്യൂവബിൾ എനർജിയാണ് ആസ് ഒപ്പോസ്ഡ് ടു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് സച്ച് ആസ് ഫോസിൽ ഫ്യൂവൽസ് വിച്ച് ആർ ഫൈനൈറ്റ്. ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ഫൈനൈറ്റ് ആണ്, പക്ഷേ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. There are more than enough solar power to provide for all the energy needs of the planet. നമ്മുടെ പ്ലാനറ്റിൽ ആവശ്യമായിട്ടുള്ള എല്ലാ എനർജിയും നമുക്ക് എന്തുകൊണ്ട് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റും, സോളാർ പവർ കൊണ്ട് തന്നെ പറ്റും. Even if the Earth's population continues to grow and consume more energy, making it an important component of effort to combat climate changes. ഇനി എർത്തിൻ്റെ പോപ്പുലേഷൻ കൂടിക്കൂടി വരികയാണ്, അതേപോലെ തന്നെ നമ്മുടെ എനർജി റിസോഴ്സ് ചെയ്യുന്നതിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും സോളാർ പവർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ എനർജി നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യും. നോൺ പൊല്യൂട്ടിങ് ഫോസിൽ ഫ്യൂവൽസ് കോസ് പൊല്യൂഷൻ ആസ് ദേ ആർ കൺസ്യൂംഡ്. ഫോസിൽ ഫ്യൂവൽസ് പൊല്യൂഷൻസ് ഉണ്ടാക്കും, വണ്ടി ഓടുന്ന സമയത്തൊക്കെ പൊല്യൂഷൻസ് ഉണ്ടാക്കും. വൈൽ സോളാർ എനർജി ഡസ് നോട്ട്. പക്ഷേ സോളാർ എനർജി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരു പൊല്യൂഷൻ ഉണ്ടാവില്ല. വിച്ച് ഈസ് അനദർ വേ ദാറ്റ് ഈസ് എംബഡീസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിലിറ്റി. ഈ ഒരു രീതിയിലും എന്ത് ചെയ്യാം, സസ്റ്റൈനബിലിറ്റിയെ പറയാം. Solar panels sit idly on rooftops or in large solar areas, in large solar arrays, creating no waste product, noise or any other output, just clean electrical energy. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള സോളാർ പവർ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്, നോൺ പൊല്യൂട്ടിങ് എനർജി സോഴ്സ് ആണ്. എന്തുകൊണ്ടാണ്, ഇതുപോലെയുള്ള സോളാർ പാനൽസ് എല്ലാം നമ്മുടെ റൂഫ് ടോപ്പിൽ ഐഡ്ലി ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു രീതിയിലുള്ള വേസ്റ്റും തന്നെ പുറത്തേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ എപ്പോഴും വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത്. മേജർ റീസൺ വൈ സോളാർ എനർജി ഹാസ് നോട്ട് ബിക്കം മോർ വൈഡ് സ്പ്രെഡ് ഈസ് that it is not yet commercially sustainable. Non-renewable material. While നമുക്കറിയാം സൺ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്, അത് അബണ്ടന്റ് ആയിട്ട് നമ്മുടെ നേച്ചറിൽ ഉണ്ട് താനും. പക്ഷേ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോട്ടോവോൾട്ടായിക് സെല്ലിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, അത് നോൺ റിന്യൂവബിൾ മെറ്റീരിയൽ ആണ്. സം മെറ്റീരിയൽസ് നീഡ്സ് ടു മേക്ക് സോളാർ പാനൽസ്. Solar panels are built with rare minerals such as selenium that will eventually be exhausted if solar panel manufacturers continues to extract them at accelerating pace. നമ്മൾ ഇനി കൂടുതൽ മാനുഫാക്ചർ ചെയ്യാണ് ഏതിന്, സോളാർ പാനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവാൻ ചാൻസ് ഉണ്ട്, ഇത് എക്സോസ്റ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ആപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും 1-2 എക്സാമ്പിൾ ഓർക്കുക. സോളാർ വാട്ടർ ഹീറ്റിംഗ്, സോളാർ കാർസ്, സോളാർ ഗ്രീൻ ഹൗസസ്, സോളാർ ബിൽഡിംഗ്സ് എക്സെട്ര. Solar water heating. Heat from the sun is used to heat the water in glass panel on our roof. Water is pumped through pipes in the panel. Using the heat from the sun, water pipes will get hot and heat the water without using electricity. അടുത്ത സോളാർ കാർസ് ആണ്. ഇറ്റ് ഈസ് an electrical vehicle which is recharged from solar energy or sunlight. Solar panels are used on these cars that absorb light and then convert it into electrical energy. This electrical energy is sorted in batteries using
within the car so that we can drive these vehicles in the midterm too. ഇതൊക്കെയാണ് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. താങ്ക് യു. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 അടുത്ത ടോപ്പിക്സ് നോക്കാം. ഫ്യൂവൽ സെൽ, വിൻഡ് എനർജി, സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫ്യൂവൽ സെൽസ്. Fuel cell is a electrochemical cell that generates electrical energy from fuels via electrochemical reaction. ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഈ ഫ്യൂവൽ സെല്ലിനകത്ത് there are hydrogen and oxygen which are combined to generate electricity, heat and water. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹീറ്റും വാട്ടറും ജനറേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. ഫ്യൂവൽ സെൽ ആർ യൂസ്ഡ് ടുഡേ ഇൻ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്. ഫ്യൂവൽ സെൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസിൽ, ഗ്രോസറി സ്റ്റോഴ്സിൽ, മൂവിങ് വെഹിക്കിൾസ് സച്ച് ആസ് കാർ, ബസ്, ട്രക്സ് എക്സെട്ര. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെൽ, ആൽക്കലൈൻ ഫ്യൂവൽ സെൽസ്, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ്, ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫ്യൂവൽ സെല്ലിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെൽ. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് PEM ഫ്യൂവൽ സെല്ലാണ്, അല്ലെങ്കിൽ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെല്ലാണ്. ഇനി ഫ്യൂവൽ സെൽ അതിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് ആനോഡ്, കാത്തോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ. ഇതിലൊരു ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഉണ്ട്. എ ടിപ്പിക്കൽ ഫ്യൂവൽ സെൽ വർക്ക്സ് ബൈ പാസിംഗ് ഹൈഡ്രജൻ ത്രൂ ആനോഡ് ഓഫ് ഫ്യൂവൽ സെൽ ആൻഡ് ഓക്സിജൻ ത്രൂ കാത്തോഡ്. ഇവിടെ എന്താ ഒരു ഫ്യൂവൽ സെൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആനോഡിലൂടെയും ഓക്സിജൻ കാത്തോഡിലൂടെയും പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റംസ് ആനോഡിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു. സെക്കൻഡ് അവിടെ ആറ്റംസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആറ്റംസ് ആർ സ്ട്രിപ്ഡ് ഓഫ് ദെയർ ഇലക്ട്രോൺസ് ഇൻ ദ ആനോഡ്. ആനോഡിൽ വെച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോൺസ് അതിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നു. ദെൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ പാസ് ത്രൂ ദ മെംബ്രെയിൻ. ഇവിടെ നിന്ന് വെച്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് protons pass through the membrane to the cathode and negatively charged electrons are forced through the circuit. അപ്പോൾ പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുന്നത്. അങ്ങനെ പാസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ സർക്യൂട്ട് ദ ഇലക്ട്രോൺസ് കമ്പൈൻ വിത്ത് ദ പ്രോട്ടോൺ ആൻഡ് ഓക്സിജൻ ഫ്രം ദ എയർ ടു ജനറേറ്റ് ഫ്യൂവൽ സെൽസ് ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് പാസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? വാട്ടറും ഹീറ്റും എന്ന് പറയുന്ന രണ്ട് ബൈ പ്രൊഡക്ട്സുകളും ഇതിൽ നിന്ന് ജനറേറ്റ് ആവുന്നു. ഇവിടെ ഫിഗറിൽ കാണാം, ഹൈഡ്രജൻ ഇന്നായിട്ട് വരുന്നുണ്ട്, ഓക്സിജൻ ഇൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ വാട്ടറും ഹീറ്റും ബൈ പ്രൊഡക്റ്റ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് നോക്കുകയാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫ്യൂവൽ സെൽസ് ക്ലീൻ, എഫിഷ്യൻറ്റ്, റിലയബിൾ സോഴ്സ് ഓഫ് പവർ ആണ്. ഇത് നമുക്ക് ബാറ്ററീസ് പോലെ പീരിയോഡിക്കലി റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബാറ്ററീസ് അല്ല ഫ്യൂവൽ സെല്ല്. ബാറ്ററി എന്താണ്? ചാർജ് സ്റ്റോറേജിങ് ഡിവൈസ് ആണ്. ഫ്യൂവൽ സെല്ല് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ഇറ്റ് ജനറേറ്റ്സ് ഓർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആസ് ലോങ് ആസ് ഫ്യൂവൽ സോഴ്സസ് പ്രൊവൈഡഡ്. അടുത്ത അഡ്വാൻറ്റേജ് ഫ്യൂവൽ സെൽസ് സ്കെയിലബിൾ ആണ് എന്നുള്ളതാണ്. സ്കെയിലബിൾ ആണ് ബിക്കോസ് ഇതിൽ നമുക്ക് ഈ ഫ്യൂവൽ സെൽസിനെ വി ക്യാൻ ജോയിൻ വിത്ത് വൺ അനദർ ടു ഫോം സ്റ്റാക്സ്. സ്റ്റോക്കായിട്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതിനെ അടുക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റാക്കാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ലാർജ് സിസ്റ്റം ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫ്യൂവൽ സെല്ല് സ്കെയിലബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി എല്ലാ കേസുകൾ പറയുന്ന പോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഹൈഡ്രജൻ ഇസ് വെരി പ്രോൺ ടു ക്യാച്ച് ഫയർ അല്ലേ. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് വിച്ച് ഇസ് വെരി പ്രോൺ ടു ക്യാച്ച് ഫയർ. ദെയർഫോർ ദർ ഇസ് എ ചാൻസ് ഓഫ് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിത്തെറിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അടുത്ത എനർജിയാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്.
വിൻഡ് എനർജി, വിൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടൈപ്പ് ഓഫ് സോളാർ എനർജി തന്നെയാണ് അല്ലെ. കാറ്റ് അല്ലെങ്കിൽ വിൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു പ്രത്യേകം ഒരു ഏരിയയിൽ സൺലൈറ്റ് വന്ന് പതിക്കുമ്പം അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയും അവിടെ പ്രഷർ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള എയറിന്റെ മൂവ്മെന്റ് ആണ് വിൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ സോളാർ എനർജി തന്നെയാണ് അല്ലെങ്കിൽ സൺലൈറ്റ് തന്നെയാണ് വിൻഡ് ഉണ്ടാവാൻ ഒരു കോസ് എന്ന് പറയുന്നത്. Wind is caused by uneven heating of earth surface and rotation of earth wind. Uneven ആയിട്ട് earth surfaceൽ ഹീറ്റിംഗ് വരുന്ന സമയത്താണ് വിൻഡ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ വിൻഡ് എനർജിയുടെ കേസ് പറയുമ്പോൾ എന്താണ് വിൻഡ് എനർജി? വിൻഡ് എനർജി is used to convert wind power to electrical power through the use of windmills or turbines. ടർബൈൻ അല്ലെങ്കിൽ വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് വിൻഡ് പവറിനെ ഇലക്ട്രിക്കൽ പവറാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വിൻഡ് എനർജിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ടർബൈൻ എന്ത് ചെയ്യാണ്? ഇതിൽ കാണിച്ചിരിക്കുന്ന ടർബൈൻസ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് കൈനറ്റിക് എനർജി ഇൻ വിൻഡ് ടു മെക്കാനിക്കൽ പവർ. ഫസ്റ്റ് എന്ത് ചെയ്യും? ഈ ടർബൈൻസ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഡൈനാമിക് ആയിട്ടുള്ള എനർജി അല്ലെ, വിൻഡ് എന്ന് പറഞ്ഞാൽ മൂവിങ് എനർജിയാണ്, അതിനെ ഒരു മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദ വിൻഡ് ടേൺസ് ദ ബ്ലേഡ്. വിൻഡ് എന്ത് ചെയ്യും? ഈ ബ്ലേഡിനെ കറക്കും. അപ്പം വിച്ച് സ്പിൻസ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ആ ഷാഫ്റ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം? ഒരു ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യുന്നു? ജനറേറ്ററും ഓൾസോ എന്ത് ചെയ്യുന്നു? അതും കറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ടേൺ ചെയ്യുന്നു. അപ്പോൾ ദ ജനറേറ്റർ ക്യാൻ കൺവേർട്ട് മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ വരുന്ന പോയിന്റ്സ്, ഫസ്റ്റ് ടർബൈന് കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ ടർബൈനുമായിട്ട് അല്ലെങ്കിൽ ഈ ബ്ലേഡുമായിട്ടൊരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഷാഫ്റ്റിനെ സ്പിൻ ചെയ്യിക്കുന്നു. ഷാഫ്റ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജനറേറ്റർ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഈ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോമേഴ്സിലൂടെയോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെയോ അത് കളക്ട് ചെയ്യപ്പെടും. ഇനി വിൻഡ് പവറിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം, വിൻഡ് ബ്ലോസ് ഡേ ആൻഡ് നൈറ്റ്. രാവിലെയും പകലും ഒക്കെ അത് ബ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വിൻഡ് എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. പൊല്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എൻവയൺമെന്റൽ ഇമ്പാക്റ്റുകളും കുറവായിരിക്കും. ഇനി ഇതിന്റെ ഡിക്രീസിങ് കോസ്റ്റ് ഓഫ് വിൻഡ് പവർ, ഇങ്ങനെ ജനറേറ്റ് ചെയ്യാനുള്ള വിൻഡ് പവറിന്റെ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. മാത്രമല്ല നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് വയബിൾ എനർജി സോഴ്സ് ഇൻ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് നോ വേസ്റ്റ് ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഒരു തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസോ അല്ലെങ്കിൽ വേസ്റ്റേജോ വരുന്നില്ല. അനദർ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് ഫാംസ്, തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ വിൻഡ് ഫാംസ് ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫാംസ് ക്യാൻ ബി ടൂറിസ്റ്റ് അട്രാക്ഷൻ ആവാം. ഗുഡ് മെത്തേഡ് ഓഫ് സപ്ലൈങ് എനർജി ടു റിമോട്ട് ഏരിയാസ്. റിമോട്ട് ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എനർജി സപ്ലൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് വിൻഡ് പവർ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഒബ്വിയസ്ലി ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്? ഇത് വിൻഡ് ഫാംസ് സ്യൂട്ടബിൾ ആവുന്നത് കോസ്റ്റൽ ഏരിയാസിലാണ്. പക്ഷെ അവിടെയുള്ള ലാൻഡ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആണ്. വിൻഡ് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല അല്ലെ. സം ഡേയ്സ് ഹാവ് നോ വിൻഡ്. ചില സമയങ്ങളിലൊന്നും വിൻഡ് ഇല്ലാതെയും ഇരിക്കാം. ദിസ് വിൻഡ് പവർ ക്യാൻ കിൽ ബേർഡ്സ്. മൈഗ്രേറ്റിംഗ് ഫ്ലോക്സ് ടെൻ ടു ലൈക്ക് സ്ട്രോങ് വിൻഡ്സ്. ഇത് എന്ത് സംഭവിക്കാം? ഇത് കറങ്ങുന്ന സമയത്ത് ബേർഡ്സിനെ കില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻ അഫക്റ്റ് ടെലിവിഷൻ റിസപ്ഷൻസ് ഇഫ് യു ലിവ് നിയർ ബൈ. അതിനടുത്ത് താമസിക്കുന്നവർക്ക് ടെലിവിഷൻ റിസപ്ഷന് എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ. അടുത്ത എനർജിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി റെഫേഴ്സ് ടു ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ ഹൈഡ്രോ പവർ. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രോ പവർ, വെള്ളത്തിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. The production of the electric power through the use of gravitational force of falling or flowing water. ഒന്നുകിൽ വെള്ളം ഒഴുകുന്നതോ അല്ലെങ്കിൽ വെള്ളം ശക്തിയായിട്ട് വന്ന് വീഴുന്നതോ മൂലമാണ് എന്തുണ്ടാക്കാൻ പറ്റുന്നത്? നമുക്ക് ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
ഇങ്ങനെയുള്ള ഈ ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിന്യൂവബിൾ ആണ്, ക്ലീൻ ആണ്, നോൺ പൊല്യൂട്ടിങ് എനർജി സോഴ്സ് ആണല്ലേ. നമ്മളുടെ കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി തന്നെയാണ്. The energy in falling water is converted into electricity. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു? falling വാട്ടറിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റിസർവോയർ ഉണ്ട്, ഒരു ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ടണൽ ഏരിയ കണക്ട് ചെയ്തിട്ടുണ്ട്, ടണൽ ഏരിയ കാണിച്ചിട്ടുണ്ട്. ടണൽ ഏരിയ എൻഡ് ചെയ്യുന്നത് ഒരു ടർബൈനിലാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിൽ നിന്ന് പവർ ഹൗസ്, പവർ ലൈൻ, ദെൻ റിവറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റിസർവോയറിൽ നല്ല ശക്തിയായിട്ടിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? ഈ ഒരു ടണൽ വഴി പാസ് ചെയ്ത് വരുന്നു. ഈ പാസേജിനെ പറയുന്ന പേരാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഈ ഫ്ലോയിങ് വാട്ടർ എന്ത് ചെയ്യുന്നു? ഈ ഇവിടെയുള്ള ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടർബൈൻ എന്ത് ചെയ്യുന്നു? ഈ കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ടർബൈനുമായിട്ട് എന്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ജനറേറ്റർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ turbine is converted into electrical energy by the use of turbine generator. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജനറേറ്റർ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ തന്നെയാണ്, വിൻഡ് പവറിൽ ചെയ്ത പോലെയുള്ള പ്രൊസീജിയറാണ്. ലൊക്കേഷനും ആപ്ലിക്കേഷനും മാറുന്നു എന്ന് മാത്രം. The electrical energy is then fed to grid line to be used in homes or industries. ഈ ഇവിടെ നിന്ന് പവർ ലൈൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രിഡ് ലൈൻ അല്ലെങ്കിൽ പവർ ലൈനിൽ നിന്ന് ആപ്ലിക്കേഷൻസിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കാനുണ്ട്. അഡ്വാൻറ്റേജസ് ഫസ്റ്റ് നോക്കാം. വാട്ടർ ഇസ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ അല്ലേ. ഇത് വാട്ടർ എപ്പോഴും അവൈലബിൾ ആണ്. ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇസ് ലോവർ ദൻ അതർ പവർ പ്ലാന്റ്സ്. ബാക്കിയുള്ള പവർ പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഓപ്പറേഷണലും മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. കോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽ ഇസ് നൽ. ഫ്യൂവലിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഹൈഡ്രോ പ്ലാന്റ്സ് ആർ മെയ്ഡ് ഫോർ മൾട്ടിപ്പിൾ പേർപ്പസ്. പല പേർപ്പസിലും ഈ ഹൈഡ്രോ പ്ലാന്റ്സ് ഉപയോഗിക്കാം. ആ റിസർവോയറിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ഇറിഗേഷൻ പേർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ മൾട്ടിപ്പിൾ പേർപ്പസിന് ഹൈഡ്രോ പ്ലാന്റ്സ് ഉപയോഗിക്കാം. ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് സ്റ്റാഫ് ഈസ് ലെസ്. നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള വർക്കിംഗ് സ്റ്റാഫ് കുറവ് മതി. ദ കോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് ലോവർ ആസ് കമ്പയർഡ് ടു അതർ പ്ലാന്റ്സ്. ഇത് ഓൾറെഡി പറഞ്ഞാണ്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എംബാർക്ക്മെന്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇസ് ഹൈ. റിസർവോയറും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ലാൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ സെറ്റപ്പ് ഇസ് ലാർജ്. അല്ലെ, ഇതിന് ആവശ്യമായിട്ടുള്ള ലാൻഡ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വാട്ടർ മസ്റ്റ് ബി അബണ്ടന്റ് ടു കണ്ടിന്യൂസ് ദ പ്രോസസ്. ഇത് ഒരുപാട് വെള്ളം ആവശ്യമാണ്, കുറച്ച് പോരാ. നല്ല ശക്തിയിൽ വെള്ളം വരണമെങ്കിൽ റിസർവോയറിൽ അതിന് മാത്രമുള്ള വെള്ളം ഉണ്ടായിരിക്കണം. അക്വാട്ടിക് ലൈഫ് ഇസ് എഫക്റ്റഡ്. ഇങ്ങനെ ഡാം തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ അക്വാട്ടിക് ലൈഫിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. എംബാർക്ക്മെന്റ് ഏരിയ ഇസ് നീഡഡ് ടു ബി ഇവാക്വേറ്റഡ് ഫോർ ഫ്ലഡ് പ്ലെയിൻസ്. ഇത്രയുമാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ പവറിൽ വരുന്നത്. താങ്ക് യു. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4-ലെ ലാസ്റ്റ് 2 ടോപ്പിക്സ് നോക്കാം. ലാസ്റ്റ് 2 ടോപ്പിക്സ് ബയോഫ്യൂവൽസ്, അതുപോലെ തന്നെ എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ ആൻഡ് ജിയോതെർമൽ എനർജി. ഇതിൽ ഫസ്റ്റ് വൺ ബയോഫ്യൂവൽസ്. ബയോഫ്യൂവൽ is a fuel that is derived from biomass. ബയോമാസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫ്യൂവലാണ് ബയോഫ്യൂവൽ എന്ന്. ബയോമാസ് എന്തൊക്കെയാണ്? ബയോമാസിന് എക്സാമ്പിൾ പ്ലാന്റ് ആവാം. ബയോമാസ് എന്ന് പറഞ്ഞാൽ ലൈവ്ലിഹുഡിൻ്റെ മാസാണ്. ദാറ്റ് ഈസ് അത് പ്ലാന്റ് ആവാം, ആൽഗെ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റ്, ഗാർബേജ്, അങ്ങനെ ഏത് ബയോമാസ് വേണമെങ്കിലും ആകാം. സിൻസ് സച്ച് ഫീഡ് സ്റ്റോക്ക് മെറ്റീരിയൽ, since this biomass material can be refilled readily, biofuel is considered to be the source of renewable energy. അതായത് നമ്മുടെ ബയോമാസ് എന്ന് പറയുന്നത് ബയോഫ്യൂവൽ എന്താണ്? ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ബയോമാസ് മെറ്റീരിയൽ എപ്പോഴും നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ബയോഡീസൽ സൈക്കിളാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് ബയോഫ്യൂവൽസ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ബയോഫ്യൂവൽസ് 2 ടൈപ്പാണ്. ഗ്യാഷ്യസ് ബയോഫ്യൂവലും അതേപോലെ ലിക്വിഡ് ബയോഫ്യൂവലും.
ഗ്യാഷ്യസ് ബയോഫ്യൂൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ബയോഗ്യാസും ഉണ്ട്, സിങ്ക് ഗ്യാസും ഉണ്ട്. ഇനി ബയോഗ്യാസിൽ തന്നെ ബയോഗ്യാസും അതേപോലെ തന്നെ ഫസ്റ്റ് കേസിൽ ബയോഗ്യാസ് ആൻഡ് ബയോമീഥെയിൻ. ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു മീഥെയിൻ ജനറേറ്റഡ് ആണ് ഇൻ ദ പ്രോസസ് ഓഫ് എനറോബിക് ഡൈജഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ അനറോബ്സ്. എനറോബിക് ഡൈജഷൻ വഴി ഉണ്ടാവുന്ന ബയോഗ്യാസ് ആണ് ഒരു ഗ്യാഷ്യസ് ബയോഫ്യൂവലിന് എക്സാമ്പിൾ. അടുത്തത് സിങ്ക് ഗ്യാസ് ആണ്. സിങ്ക് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഓഫ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോജൻ ആൻഡ് അതർ ഹൈഡ്രോകാർബൺസ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ബയോമാസ്. ബയോമാസിന്റെ പാർഷ്യൽ കമ്പസ്റ്റൻ, അതായത് ഭാഗികമായിട്ടുള്ള കമ്പസ്റ്റൻ കാരണം ഉണ്ടാവുന്ന ഗ്യാസ് ആണ് സിങ്ക് ഗ്യാസ്. അതായത് മിക്സ് ചെയ്തിട്ടുള്ള ഗ്യാസ് ആണ്. അത് ഏതിൻ്റെയൊക്കെ മിക്സ് ആയിരിക്കും? കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും അതേപോലെ അതർ ഹൈഡ്രോകാർബണിന്റെയും മിക്സ് ആണ് സിങ്ക് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്യാസും സിങ്ക് ഗ്യാസും എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാഷ്യസ് ബയോഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. ലിക്വിഡ് ബയോഫ്യൂവലിന് എക്സാമ്പിൾ ആണ് ബയോ എഥനോളും ബയോഡീസലും. ബയോ എഥനോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതൊരു ആൽക്കഹോൾ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റേഷൻ often from carbohydrates made by sugar or starchy crops like corn, sugarcane, etc. അതായത് സ്വീറ്റ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ലൈക്ക് കോൺ അല്ലെങ്കിൽ ഷുഗർ കെയിൻ അങ്ങനെയുള്ള മെറ്റീരിയലിൽ നിന്ന് ഫെർമെൻറ്റേഷൻ വഴി നമ്മൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്, അതായത് ലിക്വിഡ് ഫോമിലുള്ള ബയോഫ്യൂവലാണ് ബയോ എഥനോൾ എന്ന് പറയുന്നത്. അടുത്തത് ബയോഡീസലാണ്. ബയോഡീസൽ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ കോമൺ ബയോഫ്യൂവൽ ഇൻ യൂറോപ്പ് ആൻഡ് ഇത് ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഓയിൽസ് ഓർ ഫാറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓയിൽസ് നിന്നോ ആണ് ഇത് ഉണ്ടാവുന്നത് യൂസിങ് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ. സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുണ്ടാവും ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ പ്രൊസീജിയർ. അതായത് ഓയിൽസിൽ നിന്നോ ഫാറ്റിൽ നിന്നോ ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ പ്രൊസീജിയർ വഴി ലിക്വിഡ് ബയോഫ്യൂവലാണ് ഉണ്ടാക്കുന്ന ലിക്വിഡ് ബയോഫ്യൂവലാണ് ബയോഡീസൽ. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓയിൽ നിന്നാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓയിലിൽ നിന്ന് സീഡ് കളക്ട് ചെയ്തു, സൺഫ്ലവറിൽ നിന്ന് സീഡ് കളക്ട് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, അത് റിഫൈൻ ചെയ്ത് റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലായി മാറി. ദെൻ ഇതിലേക്ക് ആൽക്കഹോൾ മിക്സ് ചെയ്യുന്ന പ്രൊസീജിയറാണ് എന്ത്? ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് യൂസ്ഫുൾ കണ്ടന്റ് ആയിട്ടുള്ള ഗ്ലിസറോൾ വേർതിരിച്ചെടുക്കുന്നു. ദെൻ ബാക്കിയുള്ള പ്രൊഡക്റ്റാണ് ബയോഡീസൽ ആയിട്ട് മാറുന്നത്. ഇത് നമുക്ക് എന്തിലൊക്കെ ഉപയോഗിക്കാം? വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കാം. ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതെന്ത് ചെയ്യും? എഗെയിൻ അത് ക്രോപ്സിൽ ഫോട്ടോസിന്തസിസ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഇതാണൊരു ബയോഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ബയോഫ്യൂവൽ തന്നെ പല ജനറേഷനുകളുണ്ട്. ഫ്യൂവൽസ് ഉണ്ടാക്കിയ ഓരോ ജനറേഷനെ പറ്റിയാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് ഷുഗർ കെയിൻ അല്ലെങ്കിൽ വീറ്റിൽ നിന്നൊക്കെയായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേനും നോൺ എഡിബിൾ ബയോമാസിൽ നിന്നായിരുന്നു. ആദ്യത്തെ കേസ് എഡിബിൾ ബയോമാസിൽ നിന്നായിരുന്നു. അടുത്ത ജനറേഷൻ ഫ്യൂവൽസിന്റെ കേസിൽ നോൺ എഡിബിൾ ബയോമാസ് ആയിട്ടുള്ള വുഡ്, സ്ട്രോ, ഗ്രാസിൽ നിന്നൊക്കെയായിരുന്നു. തേർഡ് ജനറേഷൻ ഒക്കെ അപ്പം ആൽഗൽ ബയോമാസിൽ നിന്നുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ ആൽഗയിൽ നിന്നായിരുന്നു. ഫോർത്ത് ജനറേഷൻ വന്നപ്പം അതൊരു ബ്രേക്ക് ത്രൂ തന്നെയായി മാറി. അതായത് സോളാർ ടു ഫ്യൂവലോ എഞ്ചിനീയർഡ് ആൽഗയിൽ നിന്നൊക്കെയാണ് ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂവൽസ് ഉണ്ടായിരിക്കുന്നത്. ഇത്ര നാളും പഠിച്ച പോലെ തന്നെ നമ്മുടെ ഈ ബയോഫ്യൂവൽസിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാനുണ്ട്. അഡ്വാൻറ്റേജസ്: എഫിഷ്യൻസി, കോസ്റ്റ്, ഡ്യൂറബിലിറ്റി, ഈസ് ആക്സസ് ടു റിസോഴ്സസ്, റിഡക്ഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഇതൊക്കെയാണ്. അതോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതേപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ്. നമ്മളുടെ പ്ലാന്റ്സും ആനിമൽസിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് വരാം? ഫുഡ് ഷോർട്ടേജ് വരാം. വെതർ ലിമിറ്റേഷൻസ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അതേപോലെ തന്നെ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. നമുക്ക് ഒരുപാട് വിളകൾ ഉണ്ടാവാൻ വേണ്ടി, ക്രോപ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ക്രോപ്സിനൊക്കെ ഹാംഫുൾ ആയിരിക്കും. നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ അവസാനത്തെ ടോപ്പിക്കാണ് എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ ആൻഡ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓഷ്യൻ തെർമൽ എനർജി, ഓൾസോ നോൺ ആസ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, OTEC.
ഓഷ്യൻ തെർമൽ എനർജിയെ പറയുന്ന വേറൊരു പേരാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ OTEC. ഇതെന്താണ്? ഒരു ഇലക്ട്രിസിറ്റി ജനറേഷൻ സിസ്റ്റം തന്നെയാണ്, ഒരു റിന്യൂവബിൾ എനർജി തന്നെയാണ്. OTEC using temperature difference between deep part of the sea which are cold and shallow part of the sea which are warm to run heat engine and produce useful work. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് OTEC സിസ്റ്റം അല്ലെങ്കിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനിൽ, ആ പേരിൽ തന്നെയുണ്ട്, ഓഷ്യനിൽ തെർമൽ എനർജി ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഡീപ്പ് പാർട്ട് ഓഫ് ദ സീയിലും ഷാലോ പാർട്ട് ഓഫ് ദ സീയുടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് കോൾഡ് ആണ്, ഒന്ന് വാം ആണ്. ആ ഡിഫറൻസ് യൂസ് ചെയ്തിട്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഈ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. Deep part of the ocean are cooler because the heat of the sunlight cannot penetrate very deep into the water. സൺലൈറ്റിന് വളരെ ഡീപ്പ് പാർട്ടിലേക്ക് എത്തില്ല, അതുകൊണ്ട് തന്നെ ഓഷ്യൻ്റെ ഡീപ്പ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളർ ആയിരിക്കും. ഗ്രേറ്റർ ടെമ്പറേച്ചർ ഡിഫറൻസ് ദ ഗ്രേറ്റർ ദ എഫിഷ്യൻസി. ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരുപാടുണ്ട് എങ്കിൽ നമുക്ക് എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. ഇനി ഇതിനകത്ത് energy derived from ocean and geothermal energy, OTEC സിസ്റ്റം തന്നെ രണ്ട് രീതിയിലുണ്ട്. ഓപ്പൺ സൈക്കിളും ഉണ്ട്, ക്ലോസ്ഡ് സൈക്കിളും ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് കേസ് ഓപ്പൺ സൈക്കിളാണ്. ഈ ഓപ്പൺ സൈക്കിൾ OTEC സിസ്റ്റം, ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ആ ഫിഗർ, ഓപ്പൺ സൈക്കിൾ OTEC സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് സീ വാട്ടർ പല റോൾസ് വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹീറ്റ് സിങ്ക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ടർ സർഫേസിൽ ഉള്ള വാം വാട്ടർ ആയിരിക്കും, അത് 27 ഡിഗ്രിയാണ്. കോൾഡ് ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ വാം ആയിട്ടുള്ള സർഫേസ് വാട്ടർ ഇവാപറേറ്ററിലേക്ക് പാസ് ചെയ്യുന്നു. വാം സർഫേസ് വാട്ടർ എൻറ്റേഴ്സ് an evaporator where the water is flash evaporated to steam under particular vacuum. ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അതൊരു സ്റ്റീം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന ഈ സ്റ്റീം ലോ പ്രഷർ സ്റ്റീം ആയിരിക്കും. ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ടർബൈൻ ഉണ്ട്, ടർബൈനിൽ സ്പിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇതൊരു ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇവിടുന്ന് വരുന്ന എക്സോസ്റ്റ് ഉണ്ടാവും. ഈ എക്സോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫ്രം ദ ടർബൈൻ ഈസ് മിക്സ്ഡ് വിത്ത് ദ കോൾഡ് വാട്ടർ ഫ്രം ദ ഡീപ്പ് ഓഷ്യൻ. ഡീപ്പ് ഓഷ്യനിൽ വരുന്ന പമ്പ് ചെയ്ത്, ഇവിടുന്ന് ഒരു പമ്പ് കാണിച്ചിട്ടുണ്ട്, പമ്പ് ചെയ്ത് വരുന്ന കോൾഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? ഡീപ്പ് ഓഷ്യൻ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് കണ്ടൻസർ, ഇതൊരു കണ്ടൻസർ ആണ്. ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അതിനെ തണുപ്പിച്ച് ദാറ്റ് വാട്ടർ ഗോ ടു ദ ഓഷ്യൻ. ഇത് തിരിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? ഓഷ്യനിലേക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഓപ്പൺ ആണ്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, സർഫേസ് വാട്ടർ ഇവാപറേറ്ററിലേക്ക് പോകുന്നു, ഇവാപറേറ്റർ അവിടെ വെച്ച് ഇവാപറേറ്റ് ചെയ്യപ്പെടുന്നു, സ്റ്റീമായിട്ട് വരുന്നത് ലോ പ്രഷർ സ്റ്റീമാണ്. ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു? ടർബൈൻ വഴി ജനറേറ്ററിൽ കറക്കി ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സമയം തന്നെ ഇവിടുന്ന് വരുന്ന എക്സോസ്റ്റ് എന്ത് ചെയ്യപ്പെടുന്നു? കോൾഡ് വാട്ടർ വരുന്നുണ്ട്, പമ്പ് ചെയ്ത് ഈ കണ്ടൻസറിലേക്ക് വരുന്നു. ഇതൊരു ഡയറക്റ്റ് കോണ്ടാക്ട് കണ്ടൻസർ ആണ്. ഇവിടെ വെച്ച് ഇതെന്ത് ചെയ്യുന്നു? തണുപ്പിച്ച് ആ കോൾഡ് വാട്ടർ ഡിസ്ചാർജ് തിരിച്ച് ഓഷ്യനിലേക്ക് തന്നെ വരുന്നു. ഇത് ഓപ്പൺ സൈക്കിളാണ്. ഇനി ക്ലോസ്ഡ് സൈക്കിൾ ആവുമ്പോൾ ഇവിടെ വെച്ച് തണുപ്പിച്ച വാട്ടർ തിരിച്ച് ഓഷ്യനിൽ വിടാതെ എന്ത് ചെയ്യാണ്? അത് എങ്ങോട്ടേക്ക് പോവാണ്? ഇവാപറേറ്ററിലേക്ക് പോവാണ്. ആ ഒരു പ്രൊസീജിയറാണ് കോൾഡ് സൈക്കിളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നേരത്തെ ചെയ്ത പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. വാം വാട്ടർ വരുന്നു, ബോയിലർ വഴി വേപ്പർ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇവിടുന്ന് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് ഇവിടുന്ന് അത് കണ്ടൻസ് ചെയ്യപ്പെടുന്ന വാട്ടർ തിരിച്ച് സീയിലേക്ക് പോകാതെ അത് പമ്പ് ചെയ്ത് തിരിച്ച് ബോയിലറിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇതെന്താക്കി മാറുന്നത്? ക്ലോസ്ഡ് സൈക്കിളായിട്ട് മാറുന്നത്. OTEC സിസ്റ്റത്തിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഓഷ്യൻ ഈസ് ആൻ ഇൻഫിനിറ്റ് ഹീറ്റ് റിസർവോയർ വിച്ച് റിസീവ്സ് സോളാർ ഇൻസിഡൻസ് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ എപ്പോഴും ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസും ഉണ്ടാവും, ഇൻഫിനിറ്റ് ഹീറ്റുള്ള ഒരു റിസർവോയർ ആണ്, അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എനർജി ഫ്രീലി അവൈലബിൾ ആയിരിക്കും എപ്പോഴും.
ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ് അല്ലേ? ഇങ്ങനൊരു സിസ്റ്റം നമ്മളുടെ നാട്ടിലൊന്നും അധികം കേട്ടിട്ടില്ല. എന്തുകൊണ്ട് തന്നെയാണ്? അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ എഫിഷ്യൻസി നിയർലി 2.5% ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള കൺവെൻഷണൽ പവർ പ്ലാന്റ്സിൻ്റെ എല്ലാം എഫിഷ്യൻസി 30 to 40% ആണ്. മാത്രമല്ല ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ക്യാപിറ്റൽ കോസ്റ്റും വളരെ ഹൈ ആയിരിക്കും. ഇത്രയാണ് ഈ ലാസ്റ്റ് 2 ടോപ്പിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. താങ്ക് യു.